ദേവീ മന്ത്രങ്ങളുടെ അർത്ഥവും അനുഗ്രഹവും. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അമ്മയാണ് ദുർഗാദേവി. തൃക്കണ്ണുമായി വസിക്കുന്ന ദേവി ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പല രൂപത്തിലും ഭാവത്തിലും വസിക്കുന്നു. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാര്യങ്ങളും അമ്മ പ്രതിനിധീകരിക്കുന്നു. പ്രശസ്തമായ ദേവീ മന്ത്രം: സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അർത്ഥം: മാ ദുർഗയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമവും ലോകം മുഴുവൻ സമൃദ്ധവും സന്തോഷവും കൊണ്ട് അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരാൾ. അമ്മയുടെ മുൻപിൽ കീഴടങ്ങുന്നവരെ അമ്മ സംരക്ഷിക്കുന്നു. പർവ്വതരാജാവിന്റെ പുത്രിയായ മനുഷ്യരൂപം പ്രാപിച്ചപ്പോൾ അമ്മ ഗൗരി എന്ന നാമത്തിൽ അറിയപ്പെട്ടു. നാം അമ്മയെ വണങ്ങി കൈകൂപ്പി ആരാധിക്കുന്നു. ദേവീ സ്തുതി: യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമഃ. അർത്ഥം: അമ്മ ദുർഗാദേവി സർവവ്യാപിയാണ്. സർവചരാചരങ്ങളുടെയും ചൈതന്യ ആരോപണമാണ് അമ്മ. എല്ലാ ജീവികളിലും ശക്തിയുടെയും സമാധാനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ആവിഷ്കാരമാണ് അമ്മ. എല്ലാ ഭയഭക്തിയോടും കൂടി ഞാൻ അമ്മയെ ആരാധിക്കുന്നു. അങ്ങനെ അമ്മ സന്തോഷത്തോടും നന്മയോടും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവീ മന്ത്രം എങ്ങനെ ജപിക്കാം? ദേവീ മന്ത്രം ജപിക്കേണ്ട ശരിയായ സമയം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് പ്രഭാതം, മധ്യാഹ്നം, സന്ധ്യാസമയം എന്നിവയാണ്. ദിവസത്തിൽ 2 തവണ സങ്കീർത്തനം ചെയ്യുന്നത് മന്ത്രോപദേശത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. കുളിക്കുക, ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ദേവീ ചിത്രത്തിനു മുന്നിലിരിക്കുക മന്ത്രോപദേശത്തിന്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കും. എണ്ണം നിലനിർത്താൻ താമരമുത്തുകളോ രുദ്രാക്ഷമോ സ്ഫടികമാലയോ ഉപയോഗിക്കുക. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് 108ന്റെ ഗുണിതങ്ങളാണ് മികച്ചത്. ഏതെങ്കിലും വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആരംഭിക്കുന്നത് ഉത്തമം. ദിവസങ്ങൾ കഴിയുന്തോറും മന്ത്രത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നല്ലത്. ദേവീ മന്ത്രം ജപിക്കുന്നതിന്റെ അനുഗ്രഹങ്ങൾ: എല്ലാ തരത്തിലുള്ള ഭീതികളും മാനസിക അസുഖങ്ങളും നീക്കം ചെയ്യുകയും ജീവിതത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നതുമായ കാഴ്ചപ്പാടിൽ വ്യക്തത നൽകുകയും ചെയ്യുന്നു. ശത്രുക്കളെക്കുറിച്ചും ദുഷ്ടാത്മാക്കളെക്കുറിച്ചുമുള്ള ഭയം നീക്കം ചെയ്യുകയും വീടുകളിലും വ്യക്തികളുടെ ജീവിതത്തിലുമുള്ള സമാധാനം, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ അനുകൂലമായ സ്പന്ദനം വർദ്ധിപ്പിക്കുകയും വീട്ടിലെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സന്തോഷവും വിജയവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരാളുടെ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും അയാൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു.